സ്വർഗം വിട്ട് അവൻ ഇറങ്ങി വന്നത് പിതാവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ലല്ലോ, നമ്മളെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. തെറ്റിദ്ധരിക്കരുത്, പിതാവിനേക്കാളേറെ എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മൾക്ക് അവൻ്റെ സ്നേഹം കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ശരിക്കും അങ്ങനെ സ്വർഗം പോലും വിട്ടിറങ്ങി വരാൻ നമ്മെ സ്നേഹിച്ച ഒരു കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ശിമയോനെ, നീ എന്നെ സ്നേഹിക്കണുണ്ടോ? 3 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം ഇതാണ്, നീ ശരിക്കും എന്നെ സ്നേഹിക്കണുണ്ടോ? മനുഷ്യരുടെ മുൻപിൽ വെച്ച് അവരെ ഭയപ്പെട്ട്, ഒരു പെൺകുട്ടിയുടെ മുൻപിൽ പോലും അവനെ വിളിച്ചു പറയാനായിട്ട് ധൈര്യമില്ലാത്ത വിധം സ്നേഹത്തിൻ്റെ ഗ്രാഫ് താഴ്ന്നു പോയ ഒരുവനെ തൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ നയിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കി, കുടുംബത്തെ സ്നേഹിക്കുന്നവരാ നമ്മൾ. ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വേണ്ടി എന്ത് സാക്രിഫൈസും ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളവരാണ്. ആ നമ്മളെ നോക്കിയിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നെഗറ്റീവായിട്ട് എടുക്കരുത്. കുടുംബ പ്രാർത്ഥന മുടങ്ങുന്ന കുടുംബങ്ങൾ, അവർക്ക് പറയാൻ കാരണങ്ങളുണ്ട്. നമ്മുടെ എക്സ്ക്യൂസസ് മാത്രം എടുത്ത് നോക്കിയാൽ മതി.